മറ്റൊരു KNM-ന്റെ സജീവ തൗഹീദ് അചഞ്ചലം ആദർശ സമ്മേളനത്തിന്റെ വേദിയിലാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഈ വേദിയിലിരിക്കുന്ന ഉസ്താദന്മാർ SYS-ന്റെ നേതാക്കന്മാർക്കും കഴിഞ്ഞ തൗഹീദ് അചഞ്ചലം ഹിദമത്തിലായി സുന്നത്തി ജമാഅത്തിന്. അപ്പൊ അതൊരു ആദർശ സമ്മേളനമാണ്, ഒരു ആദർശ സമ്മേളനം. അപ്പോ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? ഒരു ആദർശം വേണം. അപ്പോ ആദർശത്തിന്റെ ഒരു വേളയിലാണ്, ഒരവസരത്തിലാണ് സുന്നികളായ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്, അല്ലേ? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ മറുപടി പറയുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ജനാബ് ബാലുവേട്ടൻ, ബാലുശ്ശേരിക്കാരൻ തിരുവനന്തപുരത്ത് സമ്മേളനം നടത്തിയത്. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഔദ്യോഗിക ഗ്രൂപ്പും വിമത ഗ്രൂപ്പും തമ്മിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം. സമ്മേളനം കൂടിയതെന്തിനാ? നയാബിനെ വിമർശിക്കാനും യൂണിറ്റ് സെക്രട്ടറി സക്കീറിനെ വിമർശിക്കാനും ഫസലിനെ വിമർശിക്കാനും. എന്നാൽ 2012 ഒക്ടോബർ മാസം 4-ാം തീയതി 2012 ഒക്ടോബർ മാസം 4-ാം തീയതി ബാലുശ്ശേരിക്കാരനെ KNM-ൽ നിന്നും പുറത്താക്കിയ കത്താണ്. ഈ പഹേനാണ് ഞങ്ങളെ വിമർശിക്കാനായിട്ട് തിരുവനന്തപുരത്ത് സമ്മേളിച്ചത്. നടക്കുവോ? ഒന്ന് ആലോചിച്ച് നോക്കണം. നടക്കില്ല. ഇനി വാഴക്കാട് പരിസരത്ത് ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു എന്നറിഞ്ഞു. അത് കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ എങ്കിലും അതിന്റെ ചില വാക്കുകൾ കിട്ടിയിട്ടുണ്ട്. ആ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്ന വാക്കുകളും അതിലെഴുതിയിരിക്കുന്ന ആ രീതിയും പരിശോധിക്കുമ്പോൾ എന്റെ പ്രദേശത്തുള്ള എന്റെ മാമൻ ഹാജ അറിയും എന്ന് തോന്നുന്നു. അദ്ദേഹം ഏതൊക്കെയോ രീതിക്ക് ഈ വാഴക്കാട് പ്രദേശത്തുള്ള വഹാബിയുടെ വായിലേക്ക് ഛർദ്ദിച്ചത് അത് അതേപോലെ എടുത്തങ്ങ് വച്ചേക്കുകയാണ്. അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പനച്ചമൂടുമായിട്ട് പുനബന്ധം പോലുമില്ലാത്ത ഈ വാഴക്കാട്ടെ വഹാബിക്ക് പനച്ചമൂട് എന്നൊക്കെ കൃത്യമായിട്ട് എഴുതണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയാണ്. അതിലെഴുതിയിരിക്കുന്ന ഒരു കാര്യം വളരെ ശരിയാണ്. ഒക്ടോബർ 15-ാം തീയതി ഞങ്ങൾ ഔദ്യോഗികമായി രാജിവെച്ചു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട്. അത് ശരിയാണ്. പക്ഷേ ഒരു ചോദ്യം, ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല, മാസങ്ങൾക്ക് മുമ്പ്. കറക്റ്റാണ്. ഇപ്പൊ തുടങ്ങിയതല്ല. ഉദ്ദേശം ഒരു 6 മാസത്തിന് മുമ്പേ ബഹുമാന്യനായ സുലൈമാൻ സഖാഫിയും അലവി സഖാഫിയും അതുപോലെ ഇബ്രാഹിം സഖാഫിയും തുടങ്ങിയുള്ള ഉസ്താക്കന്മാരുമായി ചർച്ച നടത്തി. എന്ത് ചർച്ച? തിരിച്ചു വരണം, സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരണം. ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സുന്നിയിലേക്ക് തിരിച്ചു വരണം.
ആ ഒരൊറ്റ വർഷം, അല്ലാതെ ലക്ഷങ്ങൾ പ്രതീക്ഷിച്ചോ കോടികൾ പ്രതീക്ഷിച്ചോ വന്നതല്ല, അങ്ങനെ വന്നവരുമല്ല. കോഴിക്കോട് ഞാൻ പറഞ്ഞിരുന്നു, ഉസ്താദിന്റെ ജാഥ കാസർഗോട്ട് തുടങ്ങിയാതെ നമുക്കിനി സുന്നത്ത് ജമാഅത്തിലേക്ക് പ്രവേശിക്കണം. അത് വളരെ വ്യക്തമായി പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ഇവിടെ അത് ഫ്ലെക്സിൽ എഴുതി വെച്ചേക്കുന്നു മാസങ്ങൾക്ക് മുമ്പ്. ഇത് ആരെടുത്തൂടെ പറയുന്നത്? ഞങ്ങളൊക്കെ മാസങ്ങൾക്ക് മുൻപേ സുന്നത്ത് ജമാഅത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ആ ഒരു അന്വേഷണത്തിലായിരുന്നു. ഞങ്ങളുടെ അന്വേഷണം സുന്നി പ്രസ്ഥാനത്തിലേക്ക് വരിക എന്നത് തന്നെയാണ്. ആ രീതിക്ക് തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ നിങ്ങളുടെ മയ്യത്ത് കട്ടിലടിച്ചത് അവസാനത്തെ ആണിയല്ല, ആദ്യത്തെ ആണിയാണ്. ഞങ്ങളടിച്ചത് ആദ്യത്തെ ആണിയാണ്. ഇനി ഞങ്ങൾ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സഹായിച്ചാൽ ഞങ്ങളെപ്പോലെയുള്ള പത്രസമ്മേളനങ്ങൾ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാവുമെന്നുള്ളതിന് തർക്കവും വേണ്ട. ഇപ്പൊ നമ്മൾ ആവർഷ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം എവിടെ നിൽക്കുന്നേ? നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട്. ബാലുശ്ശേരിക്കാരൻ പറയാറുണ്ട്, നവോത്ഥാനത്തിന്റെ പ്രസ്ഥാനമാണോ? സ്ത്രീകൾക്ക് അരിപ്പാവാട ധരിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ്ടോന്ന്. ഏത് താത്താമാർക്കാണ്ടോ നിങ്ങൾക്ക് അരിപ്പാവാട ധരിപ്പിച്ചു കൊടുത്തേ? ഒന്ന് പറ. അങ്ങനെയെങ്കിൽ കാക്കമാർക്ക് ആരോ ഡൗസർ ധരിച്ചു കൊടുത്തത്? അതും പറയണ്ടേ? സാക്ഷരതയുടെ ഏറ്റവും വലിയൊരു വികസന പ്രവർത്തനം നടന്ന ഒരു ജില്ലയാണ്. ആ ഇസാത്താത്ത ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു ഇത്. അരിപ്പാവാട ധരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു നിങ്ങൾക്ക്? ഇതാണോ ഒരു ഇസ്ലാമിക സംഘടനയുടെ പ്രവർത്തനം? കണ്ണേറ് പെട്ടുകഴിഞ്ഞാൽ എന്താണ്? കണ്ണേറ് പെട്ടവന്റെ അടിവസ്ത്രം. ക്ഷമിക്കണം, ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ക്ഷമിക്കണം. മാസമിരിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് മറുപടി പറയണം മുജാഹിദ്. പറയണ്ടേ അതിന്? നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതുക. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തല താഴ്ത്തുന്ന രീതിക്ക് എഴുതുക. ഇതൊക്കെ ആണ്ടോ നിങ്ങളുടെ ആദർശങ്ങൾ? പറയണം, മറുപടി പറയണം, ഇത് വ്യക്തമായി പറയണം. ഞങ്ങൾ കഴിഞ്ഞ റംസാനിൽ പനച്ചമൂട് പൗരസമിതി എന്ന് പറഞ്ഞ് റിലീഫ് നടത്തി. ആ റിലീഫിൽ മുഹമ്മദ് ഹാജ 15,000 രൂപ ഒപ്പിട്ട് വാങ്ങിയ വൗച്ചറാണ്. മുഹമ്മദ് ഹാജയെ ഞങ്ങളിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ടുപോയി. ഞങ്ങളുടെ പത്രസമ്മേളനം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളിൽ നിന്ന് ഹാജയെ നിങ്ങൾ അടർത്തിയെടുത്തോണ്ടി പോയില്ലേ? ഈ ഹാജയെ കൊണ്ടുവന്ന് വീഡിയോയിൽ നിങ്ങൾ അഭിമുഖം രേഖപ്പെടുത്തിയില്ലേ? ഹാജ വാങ്ങിയ ഈ 15,000 ഉത്തരവാദിത്വം വിഘടിത ഗ്രൂപ്പിലാണ്. ഔദ്യോഗിക ഗ്രൂപ്പ് ഇദ്ദേഹത്തിന് അംഗീകരിക്കുന്നില്ല. പോയ പകൻ പോകട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോ ബാലുശ്ശേരിയുടെ ആൾക്കാരെ ചമക്കണത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടെങ്കിലും അലവി സക്കാഫിയുടെ വീഡിയോ ക്ലിപ്പ് ഉള്ളതുകൊണ്ടും മറ്റ് വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ഒരു വലിയ വേദിയിൽ എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും വലിയൊരു സ്വീകരണവും ഇതുപോലുള്ള ഒരു സമ്മേളനത്തിലേക്ക് ക്ഷണിച്ച എന്നെയും നിങ്ങളെയും എല്ലാവരെയും പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.